അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പറഞ്ഞ വിഷയം മറക്കണ്ട, തഖ്വ. ഒന്നാമത്തെ ഉപദേശം. ഞാൻ എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിലേക്ക് മടങ്ങിപ്പോവാണ്. എന്താണ് എന്റെ പ്രസംഗത്തിന്റെ തുടക്കം? മുആദ് റളിയല്ലാഹു അൻഹു മുത്തുനബി തങ്ങളുടെ അടുത്ത് വന്നിട്ട് എന്നെയൊന്ന് ഉപദേശിക്കൂ നബിയേ എന്ന് പറഞ്ഞപ്പോൾ ഒന്നാമത്തെ ഉപദേശമാ പറഞ്ഞത്, അള്ളാനെ സൂക്ഷിച്ച് ജീവിക്കണം. അതാണ്. ഇനി രണ്ടാമത്തെ ഉപദേശം ഏതാണ്? രണ്ടാമത്തെ ഉപദേശം പറഞ്ഞു കൊടുക്കുകയാണ്, സിദ്നി. ഈ ഉപദേശം കേട്ടപ്പോ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയെ ഒന്നും കൂടി പറഞ്ഞു തരൂ നബിയെ. ഇത്തഖില്ല, അത് പറഞ്ഞല്ലോ, അത് ഞാൻ സ്വീകരിച്ചു. സിദ്നി യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒന്നും കൂടി കൂട്ടിത്തരൂ നബിയെ, ഒന്നും കൂടി പറഞ്ഞു തരൂ. ഇത് പറഞ്ഞപ്പോ ഖാല, നല്ലൊരു വഴി മുത്തുനബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അത് നമ്മുടെ ജീവിതത്തിലും നാം പകർത്തണം. അതെന്താണ്? ഹബീബായ തങ്ങൾ പറയാണ്, മുത്തുനബി തങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ ഉപദേശം, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തെറ്റു വന്നു പോകാൻ സാധ്യതയുണ്ട്. നമ്മളാരും തെറ്റിൽ നിന്ന് മഅ്സൂമിങ്ങളല്ല. തീരെ തെറ്റ് ചെയ്യാത്തവരാരും ഉണ്ടാകാൻ വകുപ്പില്ല. അങ്ങനെയുള്ളവർ അംബിയാ മുർസലീങ്ങളാണ്. അവർ തെറ്റ് ചെയ്യൂല. അതേസമയത്ത് നമ്മുടെ ജീവിതത്തിൽ ചില തെറ്റുകൾ വന്നു പോകാൻ ഇടയുണ്ട്. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടാമത്തെ ഉപദേശം നടത്തുകയാണ്. തെറ്റ് സംഭവിച്ചാൽ ഉടൻ തന്നെ നിങ്ങളൊരു നല്ല അമല് ചെയ്യണോ. ഒരു തെറ്റ് വന്നുപോയി എന്ന് സങ്കല്പിക്കുക, എന്നാൽ അതിനെ നെവർ മൈൻഡ് ചെയ്യേണ്ടതല്ല. മറിച്ച് ആ തെറ്റ് സംഭവിച്ചാൽ ഉടൻ തന്നെ ഒരു നല്ല കാര്യം ചെയ്യുക. അത് നല്ല അടയാളമാണ്. തെറ്റ് ഒരാളെ ജീവിതത്തിൽ ഉണ്ടായാൽ ആ തെറ്റ് സംഭവിച്ച ഉടനെ നല്ലത് ചെയ്യുക. ഉദാഹരണം പറയാ, ഒരാളെ ഭാഗത്ത് നിന്ന് അറിയാതൊരു തെറ്റ് ചെയ്തു പോയി, എന്നാൽ വേഗം ഉളുവെടുക്കുക, ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക, അല്ലെങ്കിൽ വേഗം ഉളുവെടുക്കുക, ഖുർആൻ മുസ്ഹഫ് കയ്യിൽ പിടിക്കുക, ഖുർആൻ ഓതുക. തെറ്റ് ചെയ്താൽ ഉടൻ തന്നെ ഒരു നല്ലത് ചെയ്യണം. അത് നല്ലതിന്റെ അടയാളമാണ്. മുആദ് റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊടുത്ത രണ്ടാമത്തെ ഉപദേശമാണത്. തെറ്റ് ചെയ്ത ഉടനെ ഒരു നല്ല കാര്യം ചെയ്യുക. ഇതിന്റെ അർത്ഥം തെറ്റ് ചെയ്യാലോ ചെയ്താ പിന്നെ ഒരു നന്മ ചെയ്താ പോരെ, അങ്ങനല്ല. അസുഖം വന്നാലും മരുന്ന് കഴിക്കണമെന്നതിന്റെ അർത്ഥം അസുഖം വരട്ടേന്ന് കൊതിക്കലല്ല. അങ്ങനെയാണോ? അസുഖം ഉണ്ടായാൽ മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം അസുഖം ഉണ്ടാകട്ടെ എന്ന് കൊതിക്കലാണോ, ആഗ്രഹിക്കലാണോ? അല്ല, ഉണ്ടായാൽ മരുന്ന് കഴിക്കണം. അതിനർത്ഥം അസുഖം ഉണ്ടാകട്ടെ, രോഗം ഉണ്ടാകട്ടെ എന്ന് ആരും കൊതിക്കൂല. ഇതുപോലെ തെറ്റ് ചെയ്യാനുള്ള ഒരു വഴിയല്ല ഈ പറഞ്ഞു തരുന്നത്. മറിച്ച് ജീവിതത്തിൽ നമ്മൾ സാധാരണക്കാരാണ്. സാധാരണക്കാരായ നമ്മുടെ ജീവിതത്തിൽ സഹോദരിമാരെ ശരിക്കും കേട്ടോ, അറിയാതെ ചിലപ്പോൾ ചെറിയ തെറ്റുകൾ വന്നു പോകാനിടയുണ്ട്. അങ്ങനെ ചില തെറ്റുകൾ സംഭവിച്ചാൽ ഉടൻ തന്നെ ഒരു നല്ല അമല് ചെയ്യണം, ഒരു സൽക്കർമ്മം ചെയ്യണം. എന്നാൽ ചെയ്താൽ എന്ത് സംഭവിക്കും? നിങ്ങൾ ചെയ്ത നല്ല കാര്യം, നിങ്ങൾ തൊട്ട് മുമ്പ് ചെയ്ത തെറ്റുണ്ടല്ലോ, ആ തെറ്റിനെ മായിച്ച് കളയുകയാണ്. ഇന്നൽ ഹസനാത്തി യുദ്ഹിബുന സയ്യിആത്ത്. ഹബീബായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാം. അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുകയാണ്, അന്നങ്ങളുടെ അടുത്തേക്ക് വന്നു, നബിയേ എന്റെ കവിളിൽ ഒരന്യ പെണ്ണിന്റെ ചുംബനം സ്പർശിച്ചു, എനിക്ക് പൊറുക്കണേ നബിയെ എന്ന് ചോദിക്കാമെന്നതാണ്. ഫഅൻസലല്ലാഹു അസ്സ വജല്ല, അയാൾ വന്നിട്ട് മുത്തുനബി തങ്ങളോട് ഈ കാര്യം പറഞ്ഞപ്പോ അല്ലാഹു തആല അപ്പോൾ ഒരായത്ത് അവതരിപ്പിച്ചു. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹൂദിലെ 114-ാമത്തെ ആയത്താണിത്. ഏതാണ് ആയത്ത്? അല്ലാഹ് പറയാണ്, അഖിമിസ് സ്വലാത തറഫൈൻ നഹാരി വസുലഫൻ മിനൽ ലൈൽ. എന്താണ്? ഒറ്റ വാക്കിൽ ഞാൻ അതിന്റെ അർത്ഥം പറയാണ്.
പറയാണ്, നിങ്ങൾ 5 നേരം കൃത്യമായും നിസ്കരിക്കുക. അതാണ് അതിന്റെ അർത്ഥം. നിങ്ങൾ 5 നേരം കൃത്യമായും നിസ്കരിക്കുക. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, ഇന്നൽ ഹസനാതി യുദ്ഹിബന സയ്യിആത്. നിങ്ങൾ നന്മകൾ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്ത തിന്മകളെ മുഴുവനും ആ നന്മകൾ മായ്ച്ചു കളയുന്നു. ഇത് കേട്ടപ്പോ ഫഖാല റജുലു, ഇയാളോട് പറഞ്ഞതുപോലെയായി, നിങ്ങൾക്ക് ഒരു അന്യപ്പെണ്ണിൽ നിന്നുള്ളൊരു ചുംബനം കിട്ടിയിട്ടുണ്ടെങ്കിലോ നിങ്ങൾ നിസ്കരിക്കൂ. നിസ്കരിച്ചാൽ ആ നിസ്കാരത്തിന്റെ നന്മ കൊണ്ട് ഈ ചുംബനത്തിന്റെ തിന്മയെ അല്ല മായ്ച്ചു കളയുമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഇയാള് മുത്തുനബി തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, പൊന്നാര നബിയേ, അലീ ഹാദാ, ഇത് എനിക്ക് മാത്രമുള്ള ഒരു ഓപ്ഷനാണോ, അതല്ല എല്ലാവർക്കും ഉള്ളതാണോ? ഏത്? തിന്മ ചെയ്ത ഉടനെ നന്മ ചെയ്താൽ ആ തിന്മയുടെ കുറ്റത്തെ അല്ല മായ്ച്ചു കളയുമെന്ന് പറഞ്ഞില്ലേ, അതെല്ലാവർക്കും ഉള്ളതാണോ, അതല്ല എന്റെ മാത്രം സ്പെഷ്യാലിറ്റിയാണോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ലാ, നിങ്ങൾക്ക് മാത്രമുള്ളതല്ല, ബൽ ലിജമീഇ ഉമ്മത്തി കുല്ലിഹിം, എന്റെ സമുദായത്തിലെ എല്ലാവർക്കും ഉള്ളതാണ്. അപ്പൊ എന്താണ് ഇതിന്റെ അർത്ഥം? ജീവിതത്തിൽ ഒരു തെറ്റ് വന്നുപോയാൽ ആ തിന്മ മായ്ച്ചു കളയാൻ ഒരു നല്ല വഴിയാണ് ഉടൻ തന്നെ ഒരു നല്ല അമൽ ചെയ്യണോ. നിങ്ങൾ നോക്കൂ,